മുകേഷ് MLA സ്ഥാനത്ത് തുടരുന്നതിൽ വെട്ടിലായി CPIM. മുകേഷിനെ സംരക്ഷിക്കേണ്ടെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. കോൺഗ്രസ് MLA-മാർ രാജിവെച്ചിട്ടില്ലെന്ന പ്രതിരോധം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈവിടുന്നതിന് തുല്യമാണ് എന്നാണ് വിമർശനം. CPIM-ന്റെ MLA-മാർക്കെതിരെ ലൈംഗിക പീഡനാരോപണം മുമ്പ് ഉയർന്നിട്ടില്ല. ചില നേതാക്കൾക്കെതിരെ ആരോപണമുയർന്നതും തീവ്രതയളവ് അന്വേഷണവുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത്തവണത്തേത് CPIM-നെ ശരിക്കും വെട്ടിലാക്കി. സ്ത്രീപക്ഷ നിലപാട് പുലർത്താൻ ആഹ്വാനം ചെയ്യുന്ന നേതാക്കളും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കരുത്തരായ നേതാക്കളുമൊക്കെയുള്ള പാർട്ടി പക്ഷേ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് അസാധാരണ സ്ഥിതിയിലാണ്. നടിയുടെ പരാതിയിൽ കേസെടുത്താൽ MLA സ്ഥാനത്ത് തുടരാൻ മുകേഷിനെ CPIM അനുവദിക്കുമോ എന്നതാണ് കാതലായ ചോദ്യം. ലൈംഗികാരോപണങ്ങളിൽ കേസ് നേരിടുന്ന 2 MLA-മാർ കോൺഗ്രസിലുണ്ടല്ലോ എന്നാണ് ചില CPIM നേതാക്കളുടെ ചോദ്യം. കോൺഗ്രസ് നിലപാട് സമീകരിക്കുകയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യേണ്ടതെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ മറുചോദ്യം. ഇനി നിലപാടെടുക്കേണ്ടത് CPIM നേതൃത്വമാണ്. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. മുകേഷിനെ രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലം നഷ്ടമാകുമോ എന്ന ആശങ്ക CPIM-നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനേക്കാൾ വലിയ ഭൂരിപക്ഷം NK പ്രേമചന്ദ്രന് ലഭിച്ച മണ്ഡലമാണ്. സീറ്റാണോ പ്രതിച്ഛായയാണോ സ്ത്രീപക്ഷത്താണോ CPIM എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം.